പൂരമായിരുന്നു. ഞങ്ങൾ കുളിച്ച് മുല്ലപ്പൂ വാങ്ങിയതായിരുന്നു. കുളിച്ച് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഇന്ന് അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫുൾ ഡാൻസിൻ്റെ ട്രോഫി മേടിച്ചു. സെക്കൻഡ് അതുകൊണ്ട് എക്സസൈസ് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആനെ കൊണ്ടാൻ പോയി. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? പിന്നെ പൂരം പിന്നെ അടിച്ചു പൊളിച്ചു. അനികൂട്ടൻ ആനയെ കണ്ട സന്തോഷമായിരുന്നു. 4 ദേശക്കാരുണ്ടായിരുന്നു. മൊത്തം 12 ആനകളാണ്. ആ കൊട്ടും കേട്ട് പൂരപ്പറമ്പ് പറഞ്ഞവർക്ക് എന്ത് ദേശാന്നറിയോ? പിന്നെ കൊട്ടിന് താളൊക്കെ പിടിച്ച് ആരെയൊക്കെ നോക്കി കുറേ നേരം നിന്നു. ആന എന്നെ നോക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ വന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആനപ്പുറത്ത് വരുന്നത് വലിയ ആഗ്രഹമുണ്ട്. കൂട്ടുകാരനെ പിന്നെ ഓരോ ആളുകളായി ഇറങ്ങി വരുന്നത് നോക്കി നിന്നു ഞാൻ. കോലമൊക്കെ സൂപ്പറായിരുന്നു. ഒരാളുടെ കോലം എന്തോരം ഭംഗിയായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ആനയെ നോക്കി ആൻ്റെ പേരും വഹിച്ച് കുറേ നേരം നോക്കുന്നത്. എല്ലാവരും കൂടി തലയിൽ എൻ്റെ സുഖം. എല്ലാവരും കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളെ താഴ്ത്തിച്ചിറങ്ങിയില്ല കേട്ടോ. ഞങ്ങളെല്ലാ ബന്ധുക്കളും കുടുത്ത പൂരം കാണാൻ പോയത്. അങ്ങനെ പോകുമ്പോഴേ നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കൂടി കോൾഫ്ലവർ വത്തലും ചോക്കോബാറും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹെഡ് ബലൂൺ മേടിച്ച് തിരിച്ചു പോകും. ആൻ്റെ ഹെഡ് ബലൂണാണ് കേട്ടോ, റോസാന. അത് കണ്ടപ്പോൾ അനിക്കുട്ടിന് ഭയങ്കര സന്തോഷമായി. അത് ഒറിജിനൽ ആൻ്റെ പോലെയാ. അവൻ അതും പിടിച്ച് ആനാണ് വന്ന് നടക്കുമായിരുന്നു. അവൻ ആന ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. എൻ്റെ ആനപ്പാണ്ട് അവനും മണ്ണൂറാണ് ഉണ്ട്. ആന പിടിച്ച് ആടുകാരൊക്കെ എന്ത് രസമാണ് അറിയോ? ആന താഴ്ത്തി വെച്ചാല് കൂട്ടാക്കിണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ നീട്ട് പൂർപ്പാടൊക്കെ വാങ്ങാൻ പോയി. ഈ കൊല്ലത്തെ പൂരം കഴിഞ്ഞു. അപ്പോൾ ബൈ.